ഇപ്പൊ ഞാൻ നാളെ ഈ റബീഉൽ അവ്വലിൽ പൊന്നാനിയിൽ ഒരു പരിപാടിക്ക് പോയി. പൊന്നാനി പള്ളിയിൽ പിന്നെ മങ്കൂസ് മൗലിദിന്റെ വിശദീകരണം അങ്ങനെ പരിപാടിയാണ്. മണ്ഡലം സുന്നി യുവജന സംഘം സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു. പൊന്നാനി പള്ളിയിൽ വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് അതിന്റെ മുമ്പിൽ വെച്ചിട്ട് അവിടുത്തെ ദർശന കുട്ടികളും നാട്ടിലൊക്കെ ഉള്ളൊരു പരിപാടിയായിരുന്നു. അപ്പൊ മങ്കൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം സഗീറിൻ്റെതാണ് റളിയല്ലാഹു അൻഹു. അറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ ആൾക്കാർ പറയും അത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അല്ല. കാരണം അയിമ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരില്ല എന്നാണ്. അയിമ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരില്ലാതിരിക്കാൻ കാരണം അന്ന് പേരെഴുതുന്ന പണിയില്ലാതാണ്. എന്തേലും ഒരു 4 വരി എഴുതിയാൽ അയിമ ഇപ്പൊ 100 പേജുള്ള ഒരു പുസ്തകത്തിൽ 1 പേജ് മുഴുവനായിട്ടും പേരും ഓന്റെ പെണ്ണുങ്ങളെ പേരും കുട്ടികളെ പേരും പെരേക്ക് വരാനുള്ള റൂട്ട് മാപ്പും ഒക്കെ ഉണ്ടാവും. പണ്ട് അങ്ങനെ ഒരാളെ എഴുതിയാൽ എഴുതിയുമ്പോ അവനാന്റെ പേരെഴുതലില്ല. ശിഷ്യന്മാരോട് പറയും ഇത് ഞാൻ എഴുതിയതാണ് കേട്ടോ. ഓല ശിഷ്യന്മാരോട് പറയും ഇതിന്റെ ഉസ്താദ് എഴുതിയതാണ്. ഓല ഉസ്താദിനോട് പറയും ഇതിന്റെ ഉസ്താദിന്റെ ഉസ്താദ് എഴുതിയതാണ്. അപ്പൊ അയിമ പേര് വേണം നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിലും പല കിതാബുകളുടെയും രചയിതാക്കളുടെ പേര് ഓല എഴുതിയതല്ല, പിന്നെ പ്രിന്റ് ചെയ്തപ്പോൾ എഴുതി കൊടുത്തതാണ്. പിന്നീട് അത് പ്രിന്റ് വന്നപ്പോൾ എഴുതി കൊടുത്തതാണ്. മങ്കൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ആണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ഞൈമ പേര് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ അടുത്ത പ്രിന്റിൽ എഴുതിയാലും മതി. അല്ല നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പലതിനും പേരില്ല. അതുക്കിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉള്ള അയിമ പേരില്ലല്ലോ. അതുക്കിയ എന്ന് പറഞ്ഞ കിതാബ് റസാനത്തുമ്മ പേരില്ല, സലാഹുദ്ദീനുമ്മ പേരില്ല, നൂറുൽ അബ്സാറിന് പേരില്ല. അതൊന്നും എഴുതിയ ആൾക്കാരെ പേരായ്മല്ല. അത് കരുതിയിട്ട് അത് എഴുതിയത് കാര്യപ്പെട്ട ആൾക്കാരല്ലാന്നോ, എഴുതിയ ആളില്ല എന്നൊന്നല്ലല്ലോ അതിന്റെ അർത്ഥമുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് സംഗതി ഉള്ളത്.